നമസ്കാരം. വരും രണ്ട് സിനിമകൾ കൊണ്ട് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരെ മാത്രമല്ല ലോക സിനിമാ പ്രേക്ഷകരെ പോലും ഞെട്ടിച്ച ഒരു താരമാണ് ഋഷഭ് ഷെട്ടി. തൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട്, തൻ്റെ അർപ്പണബോധത്തെ കൊണ്ട്, തൻ്റെ വീക്ഷണം കൊണ്ട്, തൻ്റെ സ്കില്ല് കൊണ്ട് ഇത്രയധികം പ്രേക്ഷകരെ വരും 2 സിനിമകൾ കൊണ്ട് കൈകളിലെടുത്ത ഒരു നടനാണ് ഋഷഭ് ഷെട്ടി. ഋഷഭ് അതിന് മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് സിനിമകൾ എന്ന് പറയാൻ കാരണം ആ 2 സിനിമകളും തൻ്റെ എല്ലാ പ്രാണനും തൻ്റെ രക്തം കൊടുത്ത് ചെയ്തെടുത്ത സിനിമകൾ കൂടിയാണ് എന്നതുകൊണ്ടാണ്. വളരെ റൂട്ടഡ് ആയിട്ടൊരു കാന്താര പോലൊരു സിനിമയെ കൊണ്ട് ലോകോത്തരത്തിൽ കൊണ്ടെത്തിക്കുക, അതിനുശേഷം വലിയ സക്സസ് ആയിട്ട് കൊണ്ടുവന്ന കാന്താരയുടെ പ്രീക്വൽ അത്രയധികം ബഡ്ജറ്റിൽ കൊണ്ടുവച്ചതിന് ശേഷം അതിനേക്കാൾ മേളിൽ കൊണ്ടുപോവുക, ഇതെല്ലാമാണ് ഇയാളുടെ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ഒരു പ്രൊഡക്ഷൻ കമ്പനിയെക്കാളുപരി ഒരു പ്രൊഡക്ഷൻ കമ്പനി അയാളെ ഏൽപ്പിച്ചാൽ ആ പണി കൃത്യമായിട്ട് അയാൾ ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഋഷഭ് ഷെട്ടി കഴിഞ്ഞ ഈ 2 സിനിമകൾ കൊണ്ട് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കാന്താര ബോക്സ് ഓഫീസിൽ 2025 ദുരന്തറിന് ശേഷം ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഒരു ഇന്ത്യൻ സിനിമ കൂടിയാണ്. അത് മറക്കരുത്. ഇപ്പം ദുരന്തർ വന്നില്ലായിരുന്നു ഈ കാന്താരയായിരുന്നു 1-ാം സ്ഥാനത്തെത്തിയാണ്. പക്ഷെ ദുരന്തർ വന്നു, കാര്യമൊക്കെ. എന്നാൽ ഇപ്പം പറയാൻ പോകുന്നത് 2-ാം ഊഴം. മലയാളികൾ ഇത്രയധികം കാത്തിരുന്ന ഒരു സിനിമ ഉണ്ടാവില്ല. MTയുടെ ഡ്രീം പ്രോജക്റ്റ് ഇത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 2-ാം ഊഴം എപ്പോഴാണ്, എന്നാണ്, എങ്ങനെയാണ്, ആരാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: 2-ാം ഊഴം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഋഷഭ് ഷെട്ടിയാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകൾ. പലർക്കും ഇത് ഗൂസ് ബംസ് അടിക്കുന്ന സാധനമാണ്. കാരണം ഋഷഭാണ് ഈ സിനിമയുടെ അമരത്തേക്ക് വരുന്നതെങ്കിൽ ഒരു വലിയ കടമ്പ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരു 20% അവിടെ ഓക്കെ ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സംവിധായക കുപ്പായം ആരണിയും എന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനം. കാരണം ഇത്രയും വലിയൊരു ജൈജാൻറ്റിക് ക്യാൻവാസ്, 2-ാം ഊഴം പോലൊരു സിനിമ അത് തിരശ്ശീലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ അത് എങ്ങനെ കൊണ്ടുവരും, ആര് കൊണ്ടുവരും എന്നുള്ള ചോദ്യം നിൽക്കെ അത് കൊണ്ടുവരാൻ നമുക്ക് വിശ്വാസമുള്ളൊരു സംവിധായകൻ വരണം. അയാളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടണം എന്നുള്ള തോന്നലുണ്ടാവണം. ആ തോന്നൽ കൃത്യമായിട്ട് ഋഷഭ് വരികയാണെങ്കിൽ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നില്ല ഋഷഭ് വരികയാണെങ്കിൽ അതിനകത്ത് വേറൊരു നെഗറ്റീവ് അഭിപ്രായം ഋഷഭിനെ കൊണ്ട് ഇത് പുള്ള് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ 2 സിനിമകൾ കണ്ടാൽ മതി, കാന്താരയുടെ 2 ഭാഗങ്ങൾ വരുന്ന കണ്ടാൽ പലർക്കും ആ സംശയം മാറിക്കിട്ടും. പുള്ളിക്കൊരു ജയൻറ്റ് ക്യാൻവാസ് പോലും എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഉറപ്പായിട്ടും മറ്റേ കാന്താരയുടെ എല്ലാവരും സൂചിപ്പിച്ചൊരു ഭാഗമുണ്ട്, അതിനിടയിൽ ഒരു വാട്ടർ ക്യാനൊക്കെ കണ്ടെന്ന്. അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നാൽ പോലും അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഒരു ഭയങ്കര ജൈജാൻറ്റിക്കായിട്ട് ഈ സിനിമ മാറട്ടെ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമത്തിന് MTയുടെ മകളായ അശ്വതി പറഞ്ഞൊരു കാര്യം 2026 അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇത്രയധികം സമയമെടുത്തത് ഞങ്ങൾ കാത്തിരുന്നത് ഒരു നല്ല ക്രൂ ഉണ്ടാക്കുക, അതിനനുസരിച്ച് ടീമുകൾ ഒപ്പിക്കുക, ഇൻവെസ്റ്റേഴ്സിന് ഒപ്പിക്കുക. പക്ഷേ എല്ലാ രീതിയിലും 2026 എൻ്റെ പ്രോജക്റ്റിന് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, അതിന് ഇനി ഡിലേ ഉണ്ടാവില്ല എന്നുള്ളതാണ് MTയുടെ മകൾ അശ്വതി പറഞ്ഞത്. അപ്പോൾ മുതൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ആവേശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെയധികം ബസ്സായി നിൽക്കുന്നൊരു സാധനമാണ് ഋഷഭ് ഷെട്ടി സംവിധായകനാകുന്നു 2-ാം ഊഴത്തിൻ്റെത് MTയുടെ ഡ്രീം പ്രോജക്റ്റിലേക്ക് എന്നുള്ളതാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, ഇതിൻ്റെ ക്രൂ, ബാക്കിയുള്ള ടെക്നീഷ്യൻസ്, ടീം, ഇതിനെപ്പറ്റിയുള്ള ഒരു ധാരണയുമില്ല. പക്ഷെ നിലവിലുള്ള ധാരണ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടിയാണ് ഇതിൻ്റെ സംവിധായകനാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഋഷഭുമായിട്ടുള്ള ടോക്സ് നടന്നതിന് ശേഷം ഋഷഭ് ഇതിൽ ഓക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഋഷഭ് ആണെങ്കിൽ പൊളിക്കും എന്ന് പറഞ്ഞാൽ പൊളിക്കും, തകർക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ആൻഡ് മോറോവർ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഋഷഭിനെ സംബന്ധിച്ചിടത്തോളം ഋഷഭ് സിനിമാ മേഖലയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഋഷഭിൻ്റേതായ ഒരു സ്റ്റേച്ചർ ഋഷഭ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എത്രയോ പ്രോജക്റ്റുകളോട് ഋഷഭ് നോ പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ പോയിന്റ്. അതായത് എത്രയോ സിനിമകൾ തന്നെ തേടിയെത്തുകയും അതിനോടൊക്കെ നോ പറയുകയും ചെയ്തിട്ടുണ്ട് ഋഷഭ് ഷെട്ടി. 2-ാം ഊഴം അത്രയധികം മെസ്മറൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഋഷഭ് ഇത് സ്വീകരിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് വിശ്വാസം. ഈ പ്രോജക്റ്റിലേക്ക് പല സംവിധായകരെയും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് MT ഉണ്ടായിരുന്ന സമയത്ത് മണിരത്നവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. മണിരത്നത്തിന് ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ 1ഉം 2ഉം നമ്മൾ കണ്ടതാണ്. മണിരത്നം ക്യാൻ പുൾ ഓഫ് അത്രയും വലിയൊരു ബഡ്ജറ്റിലുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ക്യാൻവാസിൽ സ്കെയിലൊക്കെ ഉള്ള ഒരു സിനിമയ്ക്ക് മണിരത്നത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ മണിരത്നത്തിന് പിന്നീട് ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഋഷഭ് ഷെട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അതായത് MTയും കുടുംബത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മണിരത്നമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് അതിനുശേഷം ഇത് 2 ഭാഗങ്ങളായിട്ട് ഈ സിനിമ വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ 1 and 2 ആയാലും കാന്താര ആയാലും
വലിയ സിനിമകൾക്ക്, അല്ലെങ്കിൽ ബാഹുബലി ആയാലും, ബാഹുബലി തുടങ്ങി വെച്ചാണ് KGF ആയാലും, ഇതുപോലെ വലിയ സിനിമകൾക്കൊക്കെ ഒരു 2-3 പാർട്ട് ഫ്രാഞ്ചൈസികളായിട്ട് മാറാറുണ്ട്. അങ്ങനെ രണ്ടാം ഊഴം 2 ഭാഗങ്ങളായിട്ട് എത്തുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ കാസ്റ്റ് ആരായിരിക്കും? ഏറ്റവും നിർണായകമായിട്ട് മനസ്സിലുള്ള താരനിരകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭീമനായിട്ട് മോഹൻലാൽ വരും എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ, ഭീമനായിട്ട് വരണമെന്നുള്ള ആഗ്രഹമൊക്കെ മോഹൻലാൽ നേരത്തെ പങ്കുവച്ചിരുന്നതാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആരായിരിക്കും ഭീമൻ? ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നതിന് പാടെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണണം, ഭയങ്കരമായ ആഘോഷമാണ്. കാരണം ഈ ഒരു പ്രോജക്റ്റിന് ജീവൻ വെക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഇത് ആ രീതിയിൽ ആ സ്റ്റേച്ചറിൽ തന്നെ വരണമെന്നുള്ള അതേ ആഗ്രഹത്തോടൊപ്പം തന്നെയാണ് ഈ പ്രോജക്റ്റ് ഒന്ന് ഓണാവുന്നു, ഇതൊന്ന് ഓണാവുന്നു എന്നുള്ളൊരു ആഗ്രഹവും കൂടി വരുന്നത്. അപ്പം അങ്ങനെ ഒന്ന് ഓണായി കിട്ടിയാൽ അത് ഭയങ്കരമായ സന്തോഷം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാത്തിരിക്കുകയാണ്. ഇത് ജസ്റ്റ് റിപ്പോർട്ട് മാത്രമാണ്. ഇത് ഒന്ന് ഓക്കെയാണ് ഋഷഭ് ഷെട്ടിയുടെ പേജിലോ അല്ലെങ്കിൽ ഒഫീഷ്യലി ഇത് പുറത്തു വരുന്നത് കാണാനായി.